ഹായ് ഓൾ, ഇന്ന് ജൂൺ 19 നമുക്കൊരു പാലുകാച്ചിന് പോയാലോ? പാലുകാച്ച് നടക്കുന്നത് ചേങ്കോട്ടുകോണം ട്രിവാൻഡ്രം. ഹൗസ് ഓണേഴ്സ് ആരൊക്കെയാണെന്നല്ലേ? രതീഷ് ഏട്ടനും ശ്രുതിയും അദ്വികയും. അപ്പോൾ അവർ ഒത്തിരി ആഗ്രഹിച്ച് അവർ വിചാരിച്ച് ഡ്രീം ചെയ്തിരുന്നൊരു ഡേ ആണിന്ന്. വീടിൻ്റെ പേര് ഇതൾ. ഭയങ്കര അടിപൊളി പേര്, എനിക്ക് ഇഷ്ടമായി. നല്ല സിമ്പിളായിട്ടുള്ളൊരു നല്ല പേര്. ഇനി നമുക്ക് കുറച്ച് പുറകിലേക്ക് പോകാം. അവർ വീട് പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹൗസ് വാമിംഗ് ഡേറ്റ് എടുക്കുന്നതിന് മുന്നേ എന്നെ ഏൽപ്പിച്ചിരുന്ന ദൗത്യമാണ് അവരുടെ ഡ്രസ്സ് സെറ്റ് ചെയ്യണമെന്നുള്ളത്. ഒരു ഫാമിലി കോംബോ. അത് സിമ്പിളായിട്ടൊന്നുമല്ല, നല്ല ഹെവി ആയിട്ട് ഗ്രാൻഡ് ആയിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒട്ടും ഈ കാര്യത്തിൽ ഒട്ടും കുറയ്ക്കേണ്ട, അടിപൊളിയായിട്ട് തന്നെ വേണം. ഞങ്ങളൊരു ബിഗ് ഡേ ആണ്, ഡ്രീം ഡേ ആണെന്ന് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കളർ അവർ തന്നെ സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, പർപ്പിൾ ഷെയ്ഡ്. പിന്നെ ഉണ്ടായിരുന്ന ഒരു ഡിമാൻഡ്, ഒരു ട്രഡീഷണൽ ടച്ച് വരണം, പക്ഷേ പക്ക ട്രഡീഷണൽ ആവാൻ പാടില്ല. ലെഹങ്കയാണ്, അതിലൊരു ട്രഡീഷണൽ ടച്ച് കൂടെ കൊണ്ടുവരണം. കാരണം നോർമലി എല്ലാവരും ഈ ഹൗസ് വാമിംഗ് എന്ന് പറയുമ്പോൾ സെറ്റ് സാരിയും സെറ്റ് മുണ്ടും ഒക്കെ അല്ലേ എടുക്കുന്നത്. അപ്പോൾ അതെന്തായാലും വേണ്ട, എന്നാൽ അത് വന്നില്ലല്ലോ എന്നാരും പറയരുത്. അത് കാരണം അതിൻ്റെ ഒരു ടച്ച് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ സെറ്റിൻ്റെ ഒരു ക്രീം ഷെയ്ഡ് നമ്മൾ ഷോളിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷോൾ ഡബിൾ ഷെയ്ഡായിട്ട് ഡൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ക്രീമും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കാണുന്ന ട്രയൽ ടൈമാണ്. ആൾ ഉദ്ദേശിച്ച പോലെ തന്നെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിന് മാച്ച് ചെയ്തിട്ട് തന്നെ ചേട്ടൻ്റെ ഒരു കുർത്തയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുള്ളി പർപ്പിളിൽ ചെയ്തിട്ട് ചെസ്റ്റ് പോർഷനിൽ ഇവർക്ക് മാച്ച് ചെയ്തിട്ടുള്ള രീതിയിൽ ഒരു വർക്ക് പോകുന്ന രീതിയിലാണ് ചേട്ടൻ ആദ്യം കുർത്തയും ചെയ്തത്. പാവയ്ക്ക് മോക്കും ഷോളുണ്ട്, മോക്കും അമ്മയ്ക്ക് മാച്ച് ചെയ്ത പോലെ തന്നെ ഷോൾ ഉണ്ടായിരുന്നു. ഇതിന് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബ്രൈഡൽ ലെഹങ്കയാണ്. പക്ഷേ അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നെറ്റ് ഫാബ്രിക്കിലും ഇപ്പോൾ ചെയ്തത് ബദ്രി സിൽക്കിലുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷോളിന് വന്നേക്കുന്നത് ലൂറക്സ് ജോർജറ്റാണ്. അത് ഡൈ ചെയ്തെടുത്തിട്ടാണ് ഷോൾ വന്നേക്കുന്നത്. ചേട്ടൻ വന്ന് ട്രയൽ നോക്കിയപ്പോൾ ചേട്ടൻ ഉണ്ടായിരുന്ന ഒരു കൺസേൺ, ഭയങ്കര ഡാർക്ക് ആയില്ലേ, എനിക്ക് ചേരുമോ, പിന്നെ അതുപോലെ തന്നെ വർക്ക് ഹെവി ആയോ, കുറച്ച് സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു കുർത്തയും കൂടെ ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞ് ലാസ്റ്റ് ഞങ്ങളുടെ ഓണത്തിൻ്റെ കമലം സീരീസ് വെച്ചിട്ട് ഡബിൾ ഷെയ്ഡ് ഡൈ ചെയ്ത് കമലം വെച്ചിട്ട് ഒരു കുർത്തയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണോ കംഫർട്ടബിൾ അത് വേറെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാലുകാച്ച് സ്ഥലത്തെത്തി. ശ്രുതിയെ കണ്ടു. ശ്രുതിയും മോളും അടിപൊളിയായിട്ട് തന്നെ നിൽപ്പുണ്ടായിരുന്നു. മേക്കപ്പും ഹെയറും എല്ലാം സെറ്റായിരുന്നു. മേക്കപ്പും ഹെയറും ചെയ്തത് പൂജയായിരുന്നു. ട്രിവാൻഡ്രത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പൂജയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. മോളാണെങ്കിൽ എൻ്റെ അടുത്ത് റിവ്യൂ പറഞ്ഞ് മോളെൻ്റെ പുറകെയാണെന്ന് പറയുമായിരുന്നു. ആൻറ്റി അടിപൊളിയാണ്, സൂപ്പറാണ്, യൂട്യൂബിലിടണം എന്നെല്ലാം പറഞ്ഞ് ഞാൻ ചോദിക്കാതെ തന്നെ റിവ്യൂ പറഞ്ഞുകൊണ്ടേ ഇരുന്നു ആൾ. ശ്രുതിയാണെങ്കിലും ഡബിൾ ഹാപ്പി. ഇനി ശ്രുതിയുടെയും ചേട്ടൻ്റെയും കാര്യം പറഞ്ഞാൽ അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്ലിയാണ്. നമ്മുടെ അടുത്താണെങ്കിലും ഒരു ഫാമിലി മെമ്പറെ പോലെയാണ് ഇടപെടുന്നത്. നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനാണെങ്കിലും ഫുൾ ഫ്രീഡം തരും രണ്ടുപേരും. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം, എല്ലാം ഇപ്പോൾ ഒരു ഹൗസ് വാമിംഗ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഓടി നല്ല ടെൻഷൻ പിടിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ ഒരു സെക്ഷൻ മാത്രം, ഡ്രസ്സിൻ്റെ സെക്ഷൻ മാത്രം ഫുള്ളി നിന്നെ ട്രസ്റ്റ് ചെയ്ത് തരുന്നതാണ്. എനിക്ക് ഇനി അതിൽ കിടന്ന് ടെൻഷൻ അടിക്കാൻ വയ്യ. അപ്പം എൻ്റെ ഡിമാൻഡ്സ് എല്ലാം ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ നീ ചെയ്തു തരണം, എനിക്ക് കിടന്ന് ഓടാൻ വയ്യ എന്ന് പറഞ്ഞു. ഞാനതിൽ എന്നാൽ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇഷ്ടമായി എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോയത് പൂജയുടെ വീട്ടിലാണ്. കാരണം പൂജയുടെ ഹൗസ് വാമിംഗ് ഫെബ്രുവരിയിലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അന്ന് പോകാൻ പറ്റിയില്ല. ഇത് ഞങ്ങൾക്ക് ഷോപ്പിലെ സീസൺ ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പം അവിടുന്ന് ചേങ്കോട്ട് കൊണ്ടുവന്ന് ശ്രീകാര്യം പോയി. ഇന്നലെ പൂജയുടെ വീടും കാണാൻ പറ്റി. പൂജയുടെ വീട്ടിലൊരു വാവ ഉണ്ടായിരുന്നു, വാവയും കണ്ടു. അപ്പോൾ പൂജയുടെ വീടും നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ശ്രുതിയുടെ വീടും രണ്ടും. അങ്ങനെ പൂജയ്ക്കും ശ്രുതിക്കും ഗിഫ്റ്റൊക്കെ കൊടുത്ത് പൂജയുടെ അവിടെ നിന്ന് കുറേ നേരം കൊച്ചു വർത്താനം എല്ലാം പറഞ്ഞ് വീടും കണ്ട് റിലാക്സ് ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എൻ്റെ വർക്കേഴ്സ് എല്ലാം നാട്ടിൽ പോയേക്കുന്നതുകൊണ്ട് ഇപ്പം നല്ല ഫ്രീ ആയിട്ടുള്ള സമയമാണ്. അവന്മാർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാനും ഒന്നിനും പറ്റാറില്ല. എല്ലാവരും ഈ ഹൗസ് വാമിങ്ങും കല്യാണവും എല്ലാം വിളിക്കാറുണ്ട്. പക്ഷേ വർക്കേഴ്സ് ഉള്ള ടൈമിൽ ഞങ്ങൾക്ക് എങ്ങോട്ടേക്കും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ പറ്റാറില്ല. ഇതിപ്പോൾ ഫ്രീ ആയതുകൊണ്ട് പോയി ഫ്രീ ആയിട്ടിരുന്ന് എല്ലാം സംസാരിച്ച് കണ്ട്. അതുപോലെ തന്നെ ശ്രുതിയുടെ മേക്കപ്പും എല്ലാം അടിപൊളിയായിരുന്നെന്ന് പൂജയെടുത്ത് പറയുമായിരുന്നു. പൂജയും ശ്രുതിയും ഫ്രണ്ട്സാണ്. അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു, മേക്കപ്പും എല്ലാ ഹെയർ സ്റ്റൈലാണ് നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നുകൊണ്ട് റിസൾട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഷോപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുമായിട്ട് ഡിസ്കഷനായിരുന്നു.